എവിടെ പോയി നിവിൻ എന്ന് പറയുന്നതിനു മുമ്പ് നിവിൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ആലുവയിലാണ് നിവിൻ്റെ ജന്മദേശം. 2006 അങ്കമാലി ഫിസാറ്റിൽ നിന്നും ബിടെക് ബിരുദം നേടിയ നിവിൻ ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ തൻ്റെ ദീർഘകാല സുഹൃത്തായ റിന്ന ജോയിയെ വിവാഹം കഴിക്കുന്നു. തുടർന്ന് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലിക്ക് പ്രവേശിക്കുന്നു. സിനിമയോടുള്ള അടങ്ങാത്ത ആഗ്രഹം നിവിനെ 2010 മലർവാടി ആർട്സ് ക്ലബിൻ്റെ ഓഡിഷനിൽ എത്തിച്ചു. നടൻ ദിലീപ് നിർമ്മിച്ച മലർവാടി സംവിധാനം ചെയ്തത് വിനീത് ശ്രീനിവാസൻ ആയിരുന്നു. ഈ സിനിമയിൽ 5 നായകന്മാരിൽ ഒരാളായി നിവിൻ മുഖത്ത് ചായം തേച്ച് വെള്ളിത്തിരയിലെത്തി. പുതുമുഖമാണെങ്കിലും അഭിനയത്തിൽ അതൊന്നും പ്രതിഫലിച്ചില്ല. വളരെ ഈസിയായി നിവിൻ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. എന്തായാലും ചിത്രം വൻ വിജയമായി. അത് നിവിൻ പോളിക്കും ഗുണം ചെയ്തു. 2011 ദ മെട്രോ, സെവൻസ്, ട്രാഫിക്, സ്പാനിഷ് മസാല എന്നീ സിനിമകളിൽ സപ്പോർട്ടിംഗ് റോളുകളിൽ അഭിനയിച്ച നിവിൻ ഏതാണ്ട് അതേ സമയത്ത് തന്നെ നെഞ്ചോട് ചേർത്ത് എന്ന മ്യൂസിക് വീഡിയോയിൽ അഭിനയിച്ചു. അത് യൂട്യൂബിൽ വൈറലായി. അതോടെ നിവിൻ കൂടുതൽ ശ്രദ്ധേയനായി. 2012 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിൽ നിവിൻ നായകനായി. ആ സിനിമ സൂപ്പർ ഹിറ്റ് മൂവിയായി. അതോടെ നിവിൻ മലയാളത്തിൻ്റെ കറന്റ് യൂത്ത് സെൻസേഷനായി മാറുകയായിരുന്നു. ഇതോടെ സത്യൻ അന്തിക്കാട്, ആഷിഖ് അബു എന്നിവരുടെ സിനിമകളിലേക്ക് നിവിൻ പോളിക്ക് ക്ഷണം ലഭിച്ചു. അങ്ങനെ പുതിയ തീരങ്ങൾ, ഡാ തടിയ, 5 സുന്ദരികൾ തുടങ്ങിയ സിനിമകളിൽ നിവിൻ പോളി അഭിനയിച്ചു. ഈ സിനിമകൾ നിവിൻ പോളിക്ക് ഏറെ ഗുണം ചെയ്തു. അതേ സമയത്ത് തന്നെ അൽഫോൺസ് പുത്രൻ്റെ നേരം എന്ന സിനിമയിലും നിവിൻ അഭിനയിച്ചു. ആ ചിത്രവും സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. 2014 എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത 1983 എന്ന സിനിമയിൽ നിവിൻ അഭിനയിച്ചു. ആ ചിത്രവും സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. അതോടെ നിവിൻ പോളിയുടെ ജീവിതം മാറുകയായിരുന്നു. അതേ സമയത്ത് തന്നെ ജൂഡ് ആൻ്റണിയുടെ ഓശാന, അഞ്ജലി മേനോൻ്റെ ബാംഗ്ലൂർ ഡേയ്സ്, ലാൽ ജോസിൻ്റെ വിക്രമാദിത്യൻ തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ നിവിന് സാധിച്ചു. തുടർന്ന് 2015 രാജേഷ് പിള്ളയുടെ മിലി, ജി പ്രജിത്തിൻ്റെ ഒരു വടക്കൻ സെൽഫി, ശ്യാമപ്രസാദിൻ്റെ ഇവിടെ, അൽഫോൺസ് പുത്രൻ്റെ പ്രേമം എന്നീ സിനിമകളിൽ നിവിൻ നായകനായി അഭിനയിച്ചു. ഇതിൽ പ്രേമം മെഗാ ഹിറ്റ് മൂവിയായിരുന്നു. ഈ ചിത്രം അന്യഭാഷകളിലേക്ക് റിലീസ് ചെയ്യുകയും അവിടെയെല്ലാം കോടികൾ വാരുകയും ചെയ്തു. ഇതോടെ നിവിൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരുകയായിരുന്നു. തുടർന്ന് തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്കും നിവിന് ക്ഷണം ലഭിച്ചു. പക്ഷേ ആ വർഷം നിവിൻ അന്യഭാഷകളിൽ അഭിനയിച്ചില്ല. 2016 എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമ സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. 2017 സഖാവ്, ഞെണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്നീ സിനിമകളിലും അതേ വർഷം തന്നെ തമിഴ് റിച്ചി എന്ന സിനിമയും ചെയ്തു. പക്ഷേ റിച്ചി വിജയചിത്രമായിരുന്നില്ല. സഖാവും പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചില്ല. ഞെണ്ടുകളുടെ നാട്ടിൽ ആവറേജ് വിജയം നേടി. 2018 ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഹേയ് ജൂഡ് എന്ന സിനിമയിൽ നിവിൻ നായകനായി. ഈ സിനിമ മികച്ച സിനിമയായിരുന്നു. നിവിൻ്റെ മികച്ച പ്രകടനം കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന നടനാണ് നിവിൻ പോളി. ഒരു കാലത്ത് മലയാളികൾ ഇത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന, ഇത്രയും സെലിബ്രേറ്റ് ചെയ്തിരുന്ന വേറെയൊരു നടൻ അല്ലെങ്കിൽ യൂത്ത് നടൻ ഇല്ലായിരുന്നു. ആ ഒരാളുടെ ഇന്നത്തെ അവസ്ഥ നോക്കുക. ബാക്ക് ടു ബാക്ക് ഫ്ലോപ്സ് ഇറങ്ങുന്ന പല പടങ്ങളും നിലം തൊടാതെ തോൽക്കുകയാണ്. ആ സമയം പുള്ളിക്ക് ശേഷം വന്ന ടൊവിനോയും ബേസിൽ ജോസഫും വരെ ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ ആകുമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന മോഹൻലാൽ എന്ന സ്റ്റാറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രം കെൽപ്പുള്ള ഒരു നടനായിട്ട് ആൾക്കാർ വിചാരിച്ചു കൊണ്ടിരുന്ന ആൾ ഇപ്പോൾ സ്റ്റാറിടത്തിൻ്റെ 7 അയലത്ത് പോലുമില്ല. പക്ഷേ എവിടെയാണ് നിവിൻ പോളി എന്ന നടനെ തെറ്റിയത്? വാസ്തവത്തിൽ ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം നിവിൻ പോളിയുടെ വണ്ണം വർഷം കഴിയുന്തോറും ഇങ്ങനെ കൂടിക്കൂടി വന്നു. സത്യം പറഞ്ഞാൽ പുള്ളി ഫിറ്റ്നസ് ശ്രദ്ധിക്കാതെ പോയതാണ് പുള്ളിക്ക് പറ്റിയ ആദ്യത്തെ അടി. പുള്ളിക്ക് ഒന്നും പറ്റാതാക്കി കളഞ്ഞു ആ വണ്ണവും മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ പിന്നെയും പുള്ളിക്ക് എന്തോ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നു. നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറിന് അടിതെറ്റി തുടങ്ങുന്നത് ഏറ്റവും ആദ്യം മൂത്തം എന്ന് പറയുന്ന പടത്തിലാണ്. ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് പുള്ളിക്ക് ഹെൽത്ത് ഭയങ്കര ഡൗൺ ആയി പോയെങ്കിലും
ഭയങ്കരമായി തടിവെച്ചെങ്കിലും അത്യാവശ്യം ബാക്ക് ടു ബാക്കായി പുള്ളി ഹിറ്റുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള ഹിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കായംകുളം കൊച്ചുണ്ണി ഹിറ്റ് ആയിരുന്നു. പോരാത്തതിന് ലവ് ആക്ഷൻ ഡ്രാമയും വളരെ വലിയൊരു ഹിറ്റായിരുന്നു. പക്ഷേ ഇതിലൊന്നും പുള്ളിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് മെമ്മറബിളായിട്ടല്ല നിന്നത്. ആക്ടർ എന്ന രീതിയിൽ നിവിൻ എന്ന് പറയുന്ന ആക്ടർ സ്വന്തമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുള്ളിയുടെ പണ്ടത്തെ സ്റ്റൈൽ തന്നെ കയ്യിൽ നിന്ന് വിട്ടുപോയി. മൂത്തോന് ശേഷം എല്ലാ രീതിയിലും നിവിൻ താഴേക്ക് പോയി. ഒരു തരത്തിൽ അധപതനം എന്ന് വേണമെങ്കിൽ പറയാം. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന പടമാണ് പിന്നെ ഒരു ആശ്വാസം തോന്നിയത്. ഇനിയെങ്കിലും നിവിൻ പോളി നോക്കി പടം സെലക്ട് ചെയ്തില്ലെങ്കിൽ വലിയൊരു ഫ്ലോപ്പിലേക്ക് കൂപ്പുകുത്താൻ സാധ്യതയുണ്ട്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടത് ആ പഴയ ചാമിങ്ങായ എനർജറ്റിക്കായ ആ പഴയ നിവിൻ പോളിയെയാണ്. എല്ലാ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ട് നിവിൻ പോളി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശിക്കാനാകൂ.